എന്ത് പരിപാടിക്കാണേലും അതിന് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും കോർഡിനേഷനും ഉണ്ടെങ്കിൽ നമുക്ക് ആ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടത്താൻ പറ്റുന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾ ഈ കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങൾ നടത്തിയ ഈ പ്രോഗ്രാം. നമ്മുടെ നോർത്തേൺ ഐർലൻഡിലുള്ള ഒരു ഫാമിലിയിലെ ജെൻഡർ റിവീലാണ് ഞങ്ങൾ ഇന്നിവിടെ കോർഡിനേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് നല്ല എല്ലാവരോടും കൂടി ഇവിടെയുള്ള കുറച്ച് ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളിത് പ്രാവർത്തികമാക്കുന്നത്. അപ്പം വീക്കെൻഡ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗെയിംസും ക്വസ്റ്റ്യനറും എല്ലാം ആയിട്ടാണ് നമ്മളിത് ഈ സംഭവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, ഒരിക്കലും നഷ്ടമാകില്ല. ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് ബാഡ്ജ് ധരിപ്പിക്കാനായിട്ട് അച്ഛനെ അമ്മേനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, കാസ്റ്റ് ബോട്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഗേൾ ബേബിക്കും മറ്റേ ബ്ലൂ ചൂസ് ചെയ്യുന്നത് ബോയ് ബേബിക്കും. അപ്പൊ എല്ലാവർക്കും വന്നിട്ട് അവിടെ വോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരാന്ന് വെച്ചാൽ ഒരാൾക്ക് ഓക്കെ. ഭയങ്കര എന്റെ കൽപ്പിടിച്ചാ ഓട്ടുന്നത്. രണ്ടുപേരും കൂടെ ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യേ. ഇത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എനിക്കറിയാതെ അല്ലേ? പറയെങ്കിൽ ശിവന് മനസ്സിൽ കേളാൻ തോന്നുന്നു. 2 പ്രാവശ്യം കേളാം. ഇതാണോ അത് പോയി ജസ്റ്റ് Go.
അല്ല ശിബിരോ ആദ്യം രണ്ടും ഒരുമിച്ച് ചെയ്തോട്ടെ അല്ലല്ല ഒരുമിച്ച് ചെയ്യട്ടെ പേടിക്കണ്ട എന്നാ ഇനി കേക്ക് കട്ട് ചെയ്യാം. സെൻറ്റർ അടുത്ത മണിക്ക് പോകുന്നു വേന്നു എന്നാ പിന്നെ കട്ട് ചെയ്യല്ലേ? ഓക്കെ. ബോയ് ഞാനൊരു കാര്യം പറയട്ടെ, അല്ലല്ല അത് നോക്കണ്ട കളിപ്പിക്കല്ലേ അല്ല എന്നാലും ഇവിടെ ഇവിടെ കാണും ചിലപ്പോ കട്ട് പീസ് എടുക്കണ അവിടെ അല്ല തുറന്നു നോക്കേണ്ടി വരും. അപ്പൊ അതിനകത്ത് ഇല്ലെന്ന് മനസ്സിലായല്ലോ. ഇത് ചാകണ്ട. നമ്മളതിനൊന്നും വെയിറ്റ് ചെയ്യാറില്ല. ഇനി ആ മൂക്ക് ചുട്ടൊക്കെ തുടച്ചോ, അല്ലെങ്കിൽ ആൾക്കാർ വരുന്നത്. ആൽഫിയോടും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദാമ്പത്യ ജീവിതം ഇപ്പൊ 2 പിള്ളേരായ നിങ്ങൾക്ക് ഈ ദാമ്പത്യ ജീവിതം സക്സസ്ഫുൾ ആക്കുന്നതിനുള്ള മുന്നിലുള്ള പിന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? സക്സസ്ഫുൾ ആയിട്ട് ഒരു ദാമ്പത്യ ജീവിതം സക്സസ്ഫുൾ അല്ലേ? ആണോ? ആണെങ്കിൽ അപ്പൊ അപ്പൊ അങ്ങനെ ഒരു സംഭവം ദാമ്പത്യ ജീവിതം അതിനുള്ള സംഭവം മുന്നേറുന്നതിന് ഇനി മുന്നോട്ട് പോകുന്നതിന് പിന്നിലുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? അതായത് മുന്നോട്ട് പോകുന്നതിനുള്ള വരുന്ന വഴി വെച്ച് കാണാത്ത ഡിഫറന്റ് ഉത്തരം വേണം മോനെ. അങ്ങനെ പറയാൻ പാടില്ല. എന്തെങ്കിലും വരുമ്പോ ഫേസ് ചെയ്യാം. പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ 3 ഇങ്ങനെ വരുന്നത് വഴിക്ക് വെച്ച് കാണാം. എനിക്ക് ആൽഫി, ഷിബിൻ, നിങ്ങൾ രണ്ടുപേരോട് കൂടാ. നിങ്ങളിൽ ആരാണ് സോ റൊമാൻറ്റിക്? രണ്ടുപേരും പറഞ്ഞു. മൂന്നാമത്തെ ആണല്ലോ. ഒരാള് പറഞ്ഞതിന് ഇത് പറയാൻ പറ്റത്തില്ല. നിങ്ങളിൽ ആരാണ് സോ റൊമാൻറ്റിക്? അല്ലല്ല നീ പറഞ്ഞു നീയാണ്. അല്ല ഒരു സാഹചര്യം പറയണം കേട്ടോ. ഒരു എന്തുകൊണ്ടാണ് നീ അത്ര ആഴത്തിലോട്ടൊന്നും പോകണ്ട. കേക്ക് പിന്നെ ആൾക്കാരുടെ കൂടെ പുള്ളിക്കാർക്ക് റൊമാൻറ്റിക് ചിന്തിക്കാൻ സമയമില്ല. ഫുൾ ടൈം ടെൻഷൻ നമ്മൾ അടുത്ത മാസം ഇപ്പൊ ചിന്തിക്കും. അടുത്ത മാസത്തോളം അരി ഉണ്ടോന്ന് ഇപ്പൊ ചിന്തിക്കും. ഇന്ന് ചിന്തിക്കും. ടെൻഷനാ. അയ്യോ അരി തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യും? പിന്നെ ജസ്റ്റ് സ്കൂള് വരണം. അടുത്ത മാസം മുതൽ ജസ്റ്റ് സ്കൂള് വരണം. അതുകൊണ്ട് ഈ മാസം മുതൽ നമുക്ക് ടെൻഷൻ അടിക്കാം. ആ സെറ്റപ്പാണ്. ഫുൾ ടൈം ടെൻഷനാണ്. ഓ അതൊരു കൈ അടിക്കുന്ന ദിവസം കേട്ടോ. അത് പറഞ്ഞ സംഭവം കൊള്ളാം കേട്ടോ. ഇനി ആൽഫി കാരണം അത് ഇപ്പം ലൈഫ് കുറച്ചും കൂടെ കളർഫുൾ ആക്കാനുള്ള ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കുന്ന ടെൻഷനാ. എനിക്ക് ഉത്തരവാദിത്തങ്ങളാ. ഒന്നോടെ കൊടുക്കാം. വാരി വിതറ്. അടുത്ത
ആൽഫി ഷിബിൻ അമ്പാനെ നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ആദ്യമായിട്ട് കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹിച്ചത്? അടിപൊളി ക്വസ്റ്റ്യൻ, അടിപൊളി നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. എഴുതി വെച്ചാലേ ഓ നീ രണ്ടുപേരും പറ, വേഗം പറ, വേഗം പറ, മഴ മഴ. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് ആഗ്രഹിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കുഞ്ഞിക്കാലേക്ക് പോകുന്നു. അവിടെ കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ടായി. ഞാൻ അത് കല്യാണത്തിന് മുന്നം ഇവിടെ നോക്ക് എന്നോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ എനിക്ക് ഇതുപോലത്തെ ഒരു കൊച്ചിനെ വേണമെന്ന് പറഞ്ഞത് പുള്ളിക്ക് ഓർമ്മയില്ല. പുള്ളിക്ക് പലതും ഓർമ്മയില്ല. ഇതാണ് നിന്റെ മനസ്സിൽ ഞാൻ ചോദിച്ചല്ലോ ലാസ്റ്റ് ഐ ലവ് യു പറഞ്ഞ ദിവസം. ഓക്കെ ഇന്നലെ പറ. ഇങ്ങനെയല്ലേ? ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞ കേട്ടോ. കൃത്യമായിട്ട് ദിവസമൊന്നുമില്ല, അങ്ങനെ പറയാതെ എല്ലാ ദിവസവും പറയും. എന്നാലും നിനക്ക് ഓർമ്മയുള്ള ഒരു സംഭവം ഒരു ഇവൻ പറയാറുണ്ട്. അത് പറ. അടി സോൾവ് ചെയ്യുമോ? നല്ല ക്വസ്റ്റ്യൻ. രണ്ടാഴ്ച അടിക്കില്ല ഇവിടെ. അതുകൊണ്ട് രണ്ടാഴ്ച മുന്നേ നീ അടിക്കല്ലാന്നാണ് പറഞ്ഞത്. അടി ഉണ്ടാക്കി സോൾവ് ചെയ്യുമ്പോഴാണ് അധികം ഐ ലവ് യു പറയാറ്, എല്ലാത്തപ്പം പറയാറില്ല. സത്യം പറഞ്ഞാല് എനിക്ക് വന്ന 3-4 ദിവസം മുന്നേ കണ്ട അടി ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തോ പറഞ്ഞു. എന്തോണ്ടോ അമ്മയ്ക്ക് ചോദിക്കാൻ? ചുമ്മാ ചോദിച്ചോ. കാശ് ചോദിച്ചു, ബാക്കി എന്തോന്ന് ചോദിച്ചു. വിനോദ് രാമകൃഷ്ണൻ ചോദിക്കണം. നിങ്ങൾ ആദ്യം ആരാണ് ഐ ലവ് യു പറഞ്ഞത്? അതല്ല നിങ്ങള് ഇവര് ലവ് മാരേജ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞാനാ അപ്പൊ കഴിഞ്ഞില്ലേ? ആരാ പറഞ്ഞേ? വേറൊരു ചോദിച്ചോടാ. ചോദിക്കാൻ പോവാ, ചോദ്യം ചോദിക്കാൻ, അടുത്ത ചോദ്യം ചോദിക്കാൻ പോന്നു. കൊച്ചി കരയുമ്പോ ആരായിരിക്കും ആദ്യം ഡയപ്പർ മാറ്റാൻ പോണു? രാത്രിയാണെങ്കിൽ ഇവിടെ പോകും, പകലാണെങ്കിൽ ഞാൻ പോകും. പക്ഷെ അവൻ പറഞ്ഞറിയോ? അതെനിക്കറിയാലോ, അത് ശിവൻചാട്ടനെ പോകത്തുള്ളൂ. എല്ലാരും ഇങ്ങോട്ട് പറഞ്ഞ കേട്ടോ, ഒരു വലിയ ചടങ്ങ് നടക്കാൻ പോവാണ്. എല്ലാരും പറഞ്ഞ വരുന്നവർക്ക് മിസ്സാകത്തില്ല, ലൈഫ് ലോങ് ഇതാ കേട്ടോ, വ്യൂ ആയിരിക്കും. ആട്ടെ ഞങ്ങളുടെ പരിപാടിയിൽ ചെറിയൊരു ഇത് പറ്റി, നമ്മുടെ ഈ മഴയുടെ സംഭവം ചെറിയ പാളിച്ച പറ്റി. അതുകൊണ്ട് കവർ എടുക്കാൻ മറന്നുപോയി. കവറൊക്കെ എടുത്തു, കവറെല്ലാം എടുത്തു. പക്ഷെ ഈ പരിപാടി ഞങ്ങൾ ഒന്ന് റീപ്ലാൻ ചെയ്യാൻ, ഞങ്ങൾക്ക് ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയം തന്നെ. ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഷിബിനെ ഒരു കാര്യത്തിന് വേണ്ടി കൊണ്ടുപോവാണ്. നിങ്ങൾക്ക് വേറൊന്നും തോന്നരുത്. ആൽഫിക്ക് സന്തോഷമാവും. ഷിബിനെ മാത്രം, കൊച്ചിനെ പിടിച്ചോ, ഷിബിനെ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. കൊച്ചിനെ ഒന്ന് ആരിലും എടുത്തേക്കാവോ? നീ സംഭവം സേവ് ചെയ്യ്. ചുമ്മാ ഒരു മോൻ പറഞ്ഞു, ഒരു 2 കണ്ണും ആണും പെണ്ണും വന്ന് അറിയരുത്, അങ്ങനെ. ഓക്കെ, ഇവനെല്ലാം ഓക്കെ അല്ലടാ? ഇന്ന് ഫുള്ള് ഇങ്ങനെ തന്നെ നടക്കണം. ഈ പരിപാടി തീരുന്നോളം വരെ ഇതാണ് ടാസ്ക്. ഇങ്ങനെ തന്നെ നടന്നോണം. ആദ്യം 9 മാസം ഇങ്ങനെ നടക്കേണ്ടതാ. അപ്പൊ ഇനി കാണാൻ പോകുന്ന നിങ്ങളെല്ലാം എക്സൈറ്റഡ് ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ പിന്നെ ഓക്കെ, കൈ അടിച്ചേക്കണേ. അവിടെ ഇരുന്ന് കെട്ടുക.
അപ്പൊ ശമ്പു ഇന്നത്തെ ദിവസം ഭയങ്കര സാരമില്ല. പിന്നല്ല എല്ലാരും കൈയടിക്കണം. നിങ്ങളെന്താ ചെയ്യാത്തതാണ് സംഭവം. ഇപ്പൊ തീർപ്പാ അടുത്ത പണി എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആണെങ്കിലും മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ടാന്നുള്ള സംഭവം. ഇത് കെട്ടിയപ്പോ തന്നെ മറ്റേ കാലിന്റെ വേളി കയറ്റി വെക്കുക. നിക്ക് മാറ്റി ഇത് കഴിയട്ടെ. ഞാൻ പറ്റാൻ എനിക്ക് പറ്റില്ല. അപ്പോഴാണ് അന്ത ഒരു നോട്ടം. ഈ വടി മാറ്റി വെക്കട്ടോ. അയ്യോ ചെറുക്കന് വരെ കണ്ണു തോന്നി. അമ്മയ്ക്ക് കുഴപ്പമില്ല. കൂട്ടുവാ ഒന്നും വേണ്ട, സാറാമ്മനെ എടുക്കാം. അറ്റ്ലീസ്റ്റ് ഈസി ആയി പോയി. എടുക്ക വേണ്ടതെടുക്ക്. പോന്നെ അതെ, കോരി എടുക്കണം. തുറക്കടാ. അത് തന്നെ. മാറിപ്പോ ചേട്ടേ. പഴക്കമുള്ള പണി കഴിഞ്ഞ് കഴിച്ചു. കോരുന്ന സാധനം എടുത്തിട്ടുണ്ടോ? ആദ്യം കോരുന്ന സാധനത്തിനാ അവിടെ കിടക്കുന്നത്. ഇവിടെ ഇട്ടിട്ട് അത് നല്ല കോരിക്കട മധുര എന്റെടാ മതിരാ മര്യാദ. ചേട്ടൻ അടിച്ചോ. നിന്നോട് ഇത്ര കലിപ്പുണ്ടോ ഇവർക്ക്? ഇനി അതൊക്കെ തൂത്തോ. എന്റെ മോനെ ിൽ കൊടുക്കാം. അപ്പോഴേ സമയമുള്ളൂ. അച്ഛൻ എന്താ പറയാ? അച്ഛൻ എന്തെങ്കിലും കൊടുത്താൽ അത് ഫെയിലായി. നല്ല ചിരി. നാട്ടിലായിരുന്നെങ്കിൽ മറ്റേ അമ്മിക്കല്ല് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അലപ്പിക്കാമായിരുന്നു. കാത്തിരുന്നു കാടുക. ക്ഷീണിച്ചെന്ന് പറയണം. എടാ മറ്റേ അത് വേണ്ട കേട്ടോ. വാ. അതിന്റെ പുറകിലുള്ള ഇതൊന്നെടുത്ത് തന്നെ. എന്റെ മോനെ കുറച്ചു നന്മയുള്ള ലോകമൊക്കെ പറഞ്ഞ് വെറുതെ ഉണ്ടോ? കൊച്ചിനെ നോക്കണേ
കൊച്ചിനൊന്ന് ക്ഷമ അറ്റത്തുള്ള ആ പാത്രമല്ലേ അരിപ്പല്ലെങ്കിൽ അതിന്റെ അടിയിലുള്ളത് അരിപ്പ കൊച്ചിനെ ഹാൻഡിലെടുത്ത് കേറാൻ കൊച്ചിനെ പിടിച്ചോണ്ടേ എണീക്കാവുള്ള മതിയോടി നിനക്ക് അഴിക്കണ്ട ഇപ്പൊ അഴിക്കണ്ട ഇതാണ് തുടങ്ങുന്നത് പറഞ്ഞു. അതാണ് ആ ഒരു സ്പിരിറ്റ്. ഇത് എങ്ങോട്ടുള്ള പോക്കാന്ന് കാണണല്ലോ. അല്ല, കഴിക്കട്ടെ. ഇത്ര സ്നേഹമുള്ളൊരു അല്ലേ? ഇച്ചിരി മോശമാവും. ഓക്കെ ആൽഫി ഈ തണ്ണിമത്തം കട്ട് ചെയ്യാതെ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തു റിലീഫ് ചെയ്യുക. താഴത്ത് വീണത് താഴത്ത് വീണാ മതി. ഒരു ക്ഷതം ഏൽപ്പിക്കാൻ പാടത്തില്ല ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്തു കൈ പിടിച്ചോ എന്താണ് വാക്കത്തില്ലോ, വാക്കത്തി. അയ്യോ ആ നമ്മളൊന്നും പിടിക്കണ്ട ഡേഴ്സിനോടാണ് കളി ശിവനെ അത് താഴത്ത് വേണ്ടിരിക്കണതിന്റെ ഇതാണ്ടോ. അത് താഴ്ന്നിട്ടുണ്ട് സൂക്ഷിച്ചു വെക്കണേ ചെറുതായിട്ട് ഇവിടുന്നൊക്കെ ചോര പൊടിക്കുന്നുണ്ട് കുഴപ്പമില്ല ഒന്നും പേടിക്കണ്ട Come on, baby. ഇനിയുള്ള ക്വസ്റ്റ്യൻ അല്ല ശിവന് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഗർഭകാലം ശിവനൊന്നും പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് ഇപ്പൊ ആൽഫി അനുഭവിക്കുന്ന എല്ലാം ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞേ. കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ചും കൂടെ ഭക്ഷണം കഴിക്കാൻ സ്ഥലമുണ്ട്. ഇനി എങ്ങനെയുണ്ട് നിനക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം നിനക്ക് എന്ത് തോന്നുന്നു? ഇപ്പം എല്ലാവർക്കും എല്ലാ ആണുങ്ങൾക്കും ഉള്ള ഒരു മറുപടി ആയിരിക്കണം നീ പറയുന്നത്. ഇവൻ ഞാൻ ഉൾപ്പെടെയുള്ള ആണുങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞാണല്ലോ ശരി. ഈ പരിപാടി ഇനി വേണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ പരിപാടി ഒന്നും നടക്കത്തില്ല ഇനി സത്യം ചെയ്യിപ്പിക്കുക ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള ഒരു നേർക്കാഴ്ച അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്ക് കിട്ടിയത്. എല്ലാ ആണുങ്ങളും ഇത് ചെയ്യണമെന്ന് ആഗ്രഹം. എല്ലാവരും ചെയ്യണം. ഇനി ഗർഭാവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ഇപ്പം എന്താ പറയുക ജെൻഡർ റിവീലായിട്ട് ചെയ്യണ്ട. അല്ലാണ്ട് ഇതൊരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കെട്ടി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. നമുക്ക് ചെയ്തുകൊണ്ട് പല കാര്യം ചെയ്യാൻ പറ്റൂല. ഈ തണ്ണിമത്തങ്ങ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ഈ ലോകത്ത് ഇനി തണ്ണിമത്തങ്ങ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ ഇത് നമ്മള് പൊട്ടിച്ച് കഴിക്കുന്നതായിരിക്കും ഇപ്പോഴല്ല പിന്നെ. അയ്യോ ഇതിപ്പോ പൊട്ടിക്കല്ലേ, ഇത് പൊട്ടിച്ച തീർന്നു. ഇതൊരു സെറ്റപ്പാണ്, നല്ല കാര്യമാണ്. അത് അറേഞ്ച് ചെയ്ത എല്ലാവർക്കും ഉണ്ടോ? രണ്ട് ഓപ്ഷൻ ഉള്ളു, ഒറ്റ ഓപ്ഷൻ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ ബലൂൺ അല്ലെങ്കിൽ ഈ മത്തങ്ങ. അല്ല രണ്ടുപേർക്കും ഒരു സമയമുണ്ട് നിങ്ങക്ക് ഇത് ചെയ്യാനായിട്ട്. ആ ഡിസൈഡ് ചെയ്യാൻ ഒരു സമയമുണ്ട്. 1 minute.
Intact ആണ്. It is intact. ഓക്കെ It is intact. സ്റ്റിക്കർ മാത്രം അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഈ സംഭവം മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണേ? അത് നമുക്ക് അടുത്ത ചെയ്യാം. അവർ തീരുമാനിക്കട്ടെ. അങ്ങനെ ഒന്നും ചെയ്യല്ലേ. നിങ്ങൾ തീരുമാനിക്കുക. നോക്കാൻ വയ്യ. നോക്കുവാണല്ലോ. ഇത് ഏതാ വേണം decide ചെയ്യാൻ വേണ്ടി. ഡിസൈഡ് ചെയ്തോ. തൊടാതെ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. വരും. ഓക്കെ. അപ്പൊ എല്ലാരും ഓക്കെ അല്ലേ? അപ്പൊ ബേബി ബോയ് ബേബി ബോയ് ആരൊക്കെയാ പറഞ്ഞ മറക്കട്ടെ കൺഫ്യൂസ്. തുറന്നു നോക്കിയേ. ഇതല്ലേ മറ്റേ സംഭവം പുള്ളിക്കാത്തി ബേബി ബോയ്. പരിപാടിയെ കുറിച്ചുള്ള ചെറിയൊരു അഭിപ്രായം പറയാം. പരിപാടി വളരെ എന്താ പറയാ, നല്ലതായിരുന്നു. നമ്മള് ഗെയിംസ് ആയിട്ടും അടിപൊളിയായിട്ട് എല്ലാവരും സഹകരിച്ച് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാ സെറ്റപ്പും ചെയ്തത് നമ്മുടെ എന്താ പറയാ നമ്മുടെ ടീംസാണ്. താങ്ക്സ്. ബറ്റാലിയൻ. ഇനി ഇതേപോലുള്ള സംഭവങ്ങൾ ഉടനെ ജിസ്മോനായാലും ജിഗർ ബൈക്കായാലും ആർക്കും ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ അനുസരിച്ചായാലും ഇതൊക്കെ അടുത്ത സെറ്റപ്പിലേക്ക് പോകാവുന്നതാണ് കേട്ടോ. 2 പ്രാവശ്യം ആലോചന ചെയ്യത്തുള്ളൂ. ഇനി 2 പ്രാവശ്യം